മുഴുവൻ ഞെട്ടിക്കുന്ന വിധത്തിൽ ഒരുപക്ഷെ ഇന്ത്യയുടെ സമീപ ഭൂതകാല ചരിത്രത്തിൽ ഒന്നുമില്ലാത്ത വിധം ഡബ്രി 6 ലക്ഷം മെട്രിക് ടണ്ണിലധികം ഡബ്രി ഫോം ചെയ്തിട്ടുള്ള ഒരു വലിയ ദുരന്തം ഉണ്ടായപ്പോൾ അവിടെ താമസിക്കുന്ന മുഴുവൻ പേർക്കും ഒരു ടൗൺഷിപ്പ് എന്ന ആശയത്തിലേക്ക് വരണം, ഒരുമിച്ച് താമസിക്കണം. അതായിരുന്നു സർക്കാരിന്റെ മുമ്പിലുള്ള ലക്ഷ്യം. അന്ന് ടൗൺഷിപ്പ് എന്ന ആശയം പറയുമ്പോൾ ഏത് സ്ഥലം ഏത് ഭൂമി എന്നൊന്നും അന്ന് നോക്കിയിരുന്നില്ല. കാരണം അന്നൊരു വികാരപരമായി ഒരുമിച്ച് താമസിപ്പിക്കുക എന്നുള്ളതാണ് പ്രശ്നം. പക്ഷെ വയനാടിനെ അറിയുന്നവർക്കെല്ലാം അറിയാം, ജന്മം കൊണ്ട മറ്റ് ജില്ലകളിലുള്ളതുപോലെ തുറസായിട്ടുള്ള നിബന്ധനകളില്ലാത്ത ഭൂമി ആരുടെ കയ്യിലും ഇവിടെ ഇല്ല. പല വിധത്തിലുള്ള കേസുകളാണ് എല്ലാ ഭൂമിയിലും. ഭൂപരിഷ്കരണ നിയമത്തെ സംബന്ധിച്ച്, ലാൻഡ് റിസംഷനെ സംബന്ധിച്ച്. അപ്പോൾ എസ്റ്റേറ്റുകളെ പറ്റൂ. 25 എസ്റ്റേറ്റുകൾ അക്കാര്യത്തിൽ ഓഗസ്റ്റ് മാസത്തിൽ തന്നെ അന്വേഷിച്ചു. പാരലലായി, ഞാൻ നേരം വൈകിയില്ല എന്ന് നിങ്ങളെ അറിയിക്കാൻ നാൾ വഴിയിലുള്ള ഒരു പ്രവർത്തനം പറഞ്ഞതാണ്. ഓഗസ്റ്റ് മാസത്തിൽ ഓഗസ്റ്റ് 25-ാം തീയതിയാണ് അവസാനത്തെ ദുരന്തബാധിതനെയും താൽക്കാലിക പുനരധിവാസത്തിലേക്ക് പറഞ്ഞയക്കുന്നത്. ഞാൻ ഇവരോട് പറഞ്ഞു, പേര് തന്നെ ഞാൻ മറന്നിട്ടില്ല. ഓമന ചേച്ചിയുടെ പേര്, പളനിസ്വാമിയുടെ പേര്, രേവതിയുടെ പേര്, കുടുംബങ്ങളെ നമ്മൾ അവസാനം ഓഗസ്റ്റ് 25. പക്ഷെ അതിനൊപ്പം മറ്റൊരു വഴിയിലൂടെ പാരലലായി 25 എസ്റ്റേറ്റുകൾ നമ്മൾ കണ്ടെത്തി. ആ 25 എസ്റ്റേറ്റുകളിൽ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ ടീം പരിശോധിച്ചു. ഒരു ചെറിയ ടീമായിരുന്നില്ല. STMA തയ്യാറാക്കിയതനുസരിച്ച് എല്ലാ വിധത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരും പങ്കെടുത്ത ഒരു വലിയ ടീം. ജോൺ മത്തായി, ഡോക്ടർ ദൃശ്യ, ഡോക്ടർ ശ്രീവത്സ, താരാമേനോൻ, നമ്മുടെ പ്രദീപ്, അങ്ങനെ ഒരു വലിയ ടീം, 6 അംഗങ്ങളുടെ ടീം പരിശോധിച്ച് 9 ഇടങ്ങളാണ് അതിൽ ഏറ്റവും സേഫ് എന്ന് കണ്ടെത്തി. ആ 9 ഇടങ്ങളിൽ തന്നെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ദുരന്തബാധിതരോട് പുനരധിവസിപ്പിക്കാനുള്ള നിങ്ങളുടെ ആശയം എന്താണെന്ന് ചോദിച്ച കേരളമാണ്. ചീഫ് സെക്രട്ടറി നേരിട്ട് വന്നിരുന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ പഞ്ചായത്ത് കൂടിയാൽ തൊട്ടടുത്ത പഞ്ചായത്ത് താൽക്കാലിക പുനരധിവാസത്തിന് കൂടി നമ്മൾ അധികം അകലെയല്ല, വൈത്തിരിയും അമ്പലവയലും മുപ്പൈനാടും മുട്ടിലും ഒക്കെ ആലോചിച്ചപ്പോൾ തന്നെ ആളുകൾക്ക് അങ്ങോട്ട് പോകാനുള്ള പ്രയാസമുണ്ടായി. അവർ പറഞ്ഞു പുനരധിവാസത്തിൽ ഇനി കൂടുതൽ ദൂരം പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് 2 എസ്റ്റേറ്റുകൾ സെപ്റ്റംബർ മാസത്തിൽ ദുരന്തം നടന്ന 2ാമത്തെ മാസം 9 എസ്റ്റേറ്റുകളെ കണ്ടെത്തി. അതിൽ 2 എസ്റ്റേറ്റുകൾ ഏതെന്ന് നിശ്ചയിച്ചു. നെടുമ്പാലയും എൽസ്റ്റോണുമായിരുന്നു. ഒക്ടോബർ 3-ാം തീയതി ദുരന്തമുണ്ടായ 62-ാം ദിവസം കേരളത്തിലെ ഗവൺമെന്റ് ഈ 2 സ്ഥലങ്ങളും തത്വത്തിൽ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. അത്രയും ഫാസ്റ്റായി ഈ കാര്യങ്ങളിൽ പോകാൻ പറ്റും. പക്ഷെ ഒക്ടോബർ 4-ാം തീയതി ഗവൺമെന്റ് പുറത്തിറക്കിയ 11/2024 DMD പ്രകാരം തത്വത്തിൽ ഏറ്റെടുത്ത ഭൂമി സംബന്ധിച്ച് ചില ആശയക്കുഴപ്പങ്ങളുണ്ടായി. കോടതിയിൽ കേസിലേക്ക് പോയി. ഏതാണ്ട് അതിനിടയിൽ തെരഞ്ഞെടുപ്പിന്റെ പൊതു പെരുമാറ്റച്ചട്ടം വന്നു. പക്ഷെ ഈ 2.5 മാസവും സർക്കാർ വെറുതെ ഇരിക്കുകയായിരുന്നില്ല എന്ന് ഇന്നലെ അവതരിപ്പിച്ച ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള പ്രോജക്റ്റ് റിപ്പോർട്ട് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ട് കാണും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 27-ാം തീയതി കോടതി ഇത് ഏറ്റെടുത്ത നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള വഴികൾ തീരുമാനിച്ചു. അതനുസരിച്ച് 1-ാം തീയതി തന്നെ, ജനുവരി 1-ന് തന്നെ ക്യാബിനറ്റ് അതിന്റെ വിശദാംശങ്ങൾക്ക് അംഗീകാരം കൊടുത്തു. ആ വിശദാംശങ്ങൾ അംഗീകാരം കൊടുത്ത ഉടനെ തന്നെ മേജർ സ്പോൺസേഴ്സുമായി സംസാരിച്ചു. പ്രിയപ്പെട്ട ശ്രീ ഗീത EASന്റെ ജോയിന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഇത്തരം കാര്യങ്ങളിലേക്ക് സംഭാവന കിട്ടുന്നതൊക്കെ നിയന്ത്രിക്കാൻ തീരുമാനിച്ച ഒരു സമിതി, അവരുമായിട്ടെല്ലാം ആശയവിനിമയം നേരത്തെ തന്നെ നടത്തിയിരുന്നു. മേജർ ടീമുമായി 1-ാം തീയതി സംസാരിച്ചു. അടുത്ത ടീമുമായി 4-ാം തീയതി മുഖ്യമന്ത്രി സംസാരിക്കുകയും ചെയ്യും. ആ പ്രശ്നങ്ങളിൽ സ്പോൺസർമാരുമായി സംസാരിച്ചു കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ ഇനി ഫീൽഡിലേക്ക് പോകുകയാണ്. സാധാരണ നിലയിൽ എൽസ്റ്റോണിലും നെടുമ്പാലയിലും ദീർഘമായിട്ടുള്ള ഏക്കർ ഭൂമി ഉണ്ടെങ്കിലും അവിടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് തടസ്സം വരാത്ത വിധത്തിൽ നമുക്ക് ഡെവലപ്പ് ചെയ്ത് എത്ര ഏക്കർ ഏറ്റെടുക്കാം എന്നുള്ളതിൽ ഒരു അവസാനത്തെ കണക്കുണ്ടാകണം. എത്ര ഏക്കറയിൽ നമുക്ക് പുനരധിവാസം സ്ഥിരമായി കൊണ്ടുവരാം എന്നൊരു കണക്കുണ്ടാക്കണം. അതിനുവേണ്ടി നമുക്ക് ഇപ്പോൾ സാധാരണ നിലയിൽ നമ്മൾ നടത്തിയിരുന്ന ഡ്രോൺ സർവേയും അതുപോലെ തന്നെ ആർട്ടിക്ക റോവർ ഉപയോഗിച്ചിട്ടുള്ള സർവേയും പൂർത്തീകരിച്ച കണക്കുകളാണ് നമ്മൾ കൊടുത്തതെങ്കിലും ഗ്രൗണ്ട് റിയാലിറ്റി പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ കഴിയുന്ന ഗ്രൗണ്ട് സർവേ, ടോപ്പോഗ്രാഫിക്കൽ സർവേ, ഹൈഡ്രോളജിക്കൽ സർവേ, ജിയോ ടെക്നിക്കൽ സ്റ്റഡി, ഇത്തരം കാര്യങ്ങൾ 4 കാര്യങ്ങൾ എൽസ്റ്റോണിൽ 15 ദിവസത്തിലും നെടുമ്പാലയിൽ 20 ദിവസത്തിനുമകം പൂർത്തീകരിക്കണം എന്നാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ടോപ്പോഗ്രാഫിക്കൽ സർവേ, ഗ്രൗണ്ട് സർവേ, ഹൈഡ്രോളജിക് സർവേ, ജിയോ ടെക്നിക്കൽ സ്റ്റഡി. അതോടുകൂടി നമുക്ക് ഓരോ വീടും പൊതുസ്ഥാപനങ്ങളും റോഡും ഒക്കെ കടന്നു പോകുന്ന വഴികളുടെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി നമുക്ക് ബോധ്യമാകും. അത് 15-20 ദിവസത്തിനുള്ളിൽ നടക്കും.
ഇതേ ദിവസം തന്നെ സൈമിൾട്ടേനിയസ് ആയി നമുക്ക് സോയിൽ ടെസ്റ്റ് നടത്താനുള്ള സൗകര്യങ്ങൾ കൂടി ബന്ധപ്പെട്ടവരോട് നടത്തണം എന്ന് ULCCയോട് ഇന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും നടക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരം കൊടുക്കേണ്ട LARR 2013 അനുസരിച്ചിട്ടുള്ള തുക എത്ര എന്ന് നിശ്ചയിക്കാൻ ഉള്ള റവന്യൂ സർവേ ടീമിന്റെ പ്രവർത്തനങ്ങളും ഇതേ ദിവസം തന്നെ ഈ 20 ദിവസത്തിനുള്ളിൽ തന്നെ സൈമിൾട്ടേനിയസ് ആയി നടത്തി പൂർത്തീകരിക്കാൻ കഴിയുന്ന വിധത്തിലൊരു പരിപാടി തയ്യാറാക്കിയിട്ടുണ്ട്. അത് വരുമ്പോൾ എത്ര ഭൂമി ഏറ്റെടുക്കാൻ കഴിയും എന്ന കാര്യത്തിൽ ഒരു അവസാനത്തെ കണക്ക് നമുക്ക് ലഭ്യമാകും. രണ്ടാമത്തെ കാര്യം മരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. ഇപ്പോൾ DNA ടെസ്റ്റിന്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് 454 ബോഡിയും ബോഡി പാർട്ടുമാണ് ലഭിച്ചിട്ടുള്ളത്. 231 ബോഡിയും 223 ബോഡി പാർട്ടും, അങ്ങനെ 454. അതിൽ 22 ബോഡിയും ബോഡി പാർട്ടും നമ്മൾ DNA ടെസ്റ്റിന് അയച്ചിരുന്നില്ല. കാരണം നേരത്തെ തന്നെ കൈമാറി, ആളുകൾ കണ്ട് കൈമാറി. ബാക്കി 432 നമ്മൾ ഇതിനകം DNA ടെസ്റ്റിന് വേണ്ടി അയച്ചിട്ടുള്ളത്. ഭൂമിയിൽ നേരിട്ട് മൃതശരീരങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ചിലത് കിട്ടിയതും മാറിയതും ഒക്കെ കൂടി കണക്ക് കൂട്ടിയാൽ 167. നമുക്ക് DNA ഐഡന്റിഫിക്കേഷൻ, DNA ടെസ്റ്റിലൂടെ ഐഡന്റിഫിക്കേഷൻ നടത്താൻ കഴിഞ്ഞത് 96. ഇത് രണ്ടും കൂട്ടിയാൽ 263 മനുഷ്യരെ മരണപ്പെട്ടതായി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ ഇപ്പോ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയുടെ മുമ്പിൽ 100 DNA സാമ്പിളുകൾ കൂടി ബാക്കിയുണ്ട്. അത് 85 ബോഡി പാർട്ടിന്റെയും 15 ബോഡിയുടെയുമാണ്. മൂന്നാമത്തെ ഘട്ടത്തിലാണ് ഇത് നടത്തുന്നത്. സാധാരണ ആദ്യഘട്ടത്തിൽ കണ്ണൂരിൽ നടത്തിയപ്പോൾ കിട്ടാതെ വന്നു, പുറകോട്ട് പോയില്ല. വീണ്ടും വിദഗ്ധോപദേശം തേടി നമ്മൾ അടുത്ത ഘട്ടം നോക്കി. ഇപ്പോൾ അവസാന ഘട്ടത്തിലെ ടെക്നിക്കൽ സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിൽ നമുക്ക് മനസ്സിലാകേണ്ടത്, നമ്മൾ അവസാനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചപ്പോൾ 47 പേരായിരുന്നു മിസ്സിംഗ്. പിന്നെ അത് ചുരുങ്ങി വന്നു 39 വരെയായി. ഇന്നിപ്പോൾ നൽകാനുള്ള അപ്ഡേറ്റ് 4 ബോഡി കൂടി ഐഡന്റിഫൈ ചെയ്തതോടുകൂടി ഇപ്പോൾ ഇനി കാണാതായവരുടെ മിസ്സിംഗ് ആയിട്ടുള്ള ആളുകളുടെ എണ്ണം 35 ചുരുങ്ങി. അതാണ് ഇന്നത്തെ അപ്ഡേറ്റ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. 47 നമ്മൾ അവസാനം നോട്ടിഫൈ ചെയ്തിട്ടുള്ളത്. ഈ 35 ചുരുങ്ങി ബാക്കിയെല്ലാം നാളെ നോട്ടിഫൈ ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും. ഇതോടൊപ്പം പിന്നെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ഈ മരണപ്പെട്ടവർക്ക് കിട്ടുന്ന സഹായങ്ങൾ, അതായത് പലയിടത്തും സിവിൽ ഡെത്ത് പ്രഖ്യാപിക്കുമ്പോൾ 7 വർഷം എന്നൊക്കെ പറഞ്ഞ കാലാവധിയിലേക്ക് പോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് ലഭിക്കേണ്ട സഹായം മിസ്സിംഗ് ആയ ആളുകൾക്ക് പലപ്പോഴും ലഭിക്കാതെ പോകും, അല്ലെങ്കിൽ നേരം വൈകും. ആ നേരം വൈകൽ അവസാനിപ്പിക്കണം എന്ന് കരുതി മരണാനന്തരമായി ലഭ്യമാകുന്ന സഹായങ്ങൾ കിട്ടാൻ ഒരു ഘട്ടവും പെർമനന്റ് ആയിട്ടുള്ള ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാൻ മറ്റൊരു ഘട്ടവും, ഇങ്ങനെ രണ്ടായി കാണുകയാണ്. അതായത് മരണാനന്തര സഹായം ഇപ്പോൾ നമ്മൾ പുത്തുമലയിലൊക്കെ ഇറക്കിയതുപോലെ 687/2019 എന്ന ഗവൺമെന്റ് ഉത്തരവിൽ പറയുന്നതിന് തുല്യമായി നമ്മളൊരു ഗവൺമെന്റ് ഉത്തരവ് മരണാനന്തര സഹായം ലഭ്യമാകുന്നതിന് വേണ്ടി ഇറക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഉള്ള 35 പേരുടെ മിസ്സിംഗ് ലിസ്റ്റ് നാളെ പ്രസിദ്ധീകരിക്കും. അത് പ്രസിദ്ധീകരിച്ചാൽ ഒരാഴ്ചക്കകം ജില്ലാ കളക്ടർ ഈ മിസ്സിംഗ് ലിസ്റ്റിന്റെ വിശദാംശങ്ങൾ ഇവരെ പോലീസ്, അതുപോലെ തന്നെ LSTD, റവന്യൂ, ഈ 3 ഡിപ്പാർട്ട്മെന്റുകളുടെ ശുപാർശയോടെ ഈ 35 പേരെ കാണാനില്ല എന്ന വിവരം സംസ്ഥാന ഗവൺമെന്റിനെ അറിയിക്കും. സംസ്ഥാന ഗവൺമെന്റ് LSTD, റവന്യൂ, അതുപോലെ തന്നെ പോലീസ്, അല്ലെ ഹോം, LSTD, റവന്യൂ 3 ഡിപ്പാർട്ട്മെന്റുകളുടെ സെക്രട്ടറിമാർ ആ കളക്ടർ നൽകിയിട്ടുള്ള റിപ്പോർട്ട് വെറ്റ് ചെയ്തുകൊണ്ട് ജനുവരി മാസത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ഗവൺമെന്റ് ഉത്തരവ് ഔപചാരികമായി പുറത്തിറക്കും. ഒരു ഏറ്റവും വേഗതയിൽ ആ നടപടിക്രമങ്ങൾ രൂപീകരിക്കുന്ന ഒരു ദുരന്തമായിരിക്കും ഇത് എന്നുകൂടി പ്രത്യേകം ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇതോടൊപ്പം ഒരു പെർമനന്റ് ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം. അത് മന്ത്രി കെ രാജനാണ് മാധ്യമങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ്. സർക്കാരിന് വ്യക്തതയുണ്ട്, കാര്യക്ഷമമായ ഇടപെടൽ ഈ മേഖലയിൽ ഉണ്ടാകുമെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്.